ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരുകയാണ്. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചേക്കും. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗവും ഇന്ന് ചേരും. ഇന്ത്യ സഖ്യത്തിന്റെ ചെയർമാൻ പദവിയിലേക്ക് ശരത് പവാറിനെയോ അഖിലേഷ് യാദവിനെയോ പരിഗണിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിതിൻ അംബുജൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നത് രാഹുൽ ഗാന്ധിക്ക് ഉറപ്പാക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ആരായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ ചെയർമാൻ എന്നതാണ്. അത് ശരത് പവാറിനെ ആ പദവിയിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ നേരത്തെ ചില സൂചനകൾ കേട്ടിരുന്നു. അഖിലേഷ് യാദവിന് കൂടി അതിനുള്ള സാധ്യതയുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എപ്പോഴാണ് ഈ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം? ഗോപി, കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് വൈകിട്ട് 5:30 ചേരും. ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാകും എന്ന കാര്യത്തിൽ ഒരു തീരുമാനം സ്വീകരിക്കും. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എന്ന പേര് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ 52-ൽ നിന്ന് 99 എന്ന ഒരു കോൺഗ്രസ് സീറ്റുകൾ നേടി വീണ്ടും വിജയം നേടി പല സംസ്ഥാനങ്ങളിലും വലിയ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തിലടക്കം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യം ഇതിനം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം സമാനമായ സമ്മർദ്ദമാണ് ഇപ്പോഴും ചെലുത്തുന്നത്. നമുക്കറിയാം, 2014 ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നൊരു പദവി അവിടെ ഒഴിഞ്ഞുകിടക്കുകയാണ്. പ്രത്യേകിച്ചും പാർലമെന്റിലെ 10% സീറ്റ് ലഭിക്കാത്തൊരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കുറി രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അഥവാ ഈ പദവിയിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് തീരുമാനമെങ്കിൽ മാത്രമേ മറ്റു പേരുകളിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അത്തരം സമ്മർദ്ദം എന്തായാലും ഇന്നത്തെ CWC യോഗത്തിലും സമ്മർദ്ദം ചെലുത്തും. ഇന്ന് രാവിലെ 11 മണിയോട് തന്നെ അശോക ഹോട്ടലിലാണ് പ്രവർത്തക സമിതി യോഗം ചേരാനിരിക്കുന്നത്. കേരളത്തിലടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഈ പ്രവർത്തക സമിതിയിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രവർത്തക സമിതി യോഗം, അതിനുശേഷമാകും പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട് 5:30 ചേരുക. ആദ്യം പ്രവർത്തക സമിതി യോഗം, പിന്നെ പാർലമെന്ററി പാർട്ടി യോഗം. എപ്പോഴായിരിക്കും ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുക, നിതിൻ? പാർലമെന്ററി പാർട്ടി യോഗത്തിലാകും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ആര് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിലടക്കം രാഹുൽ ഗാന്ധി തന്നെ ഈ പ്രവർത്തക നേതൃസ്ഥാനത്തേക്ക് എത്തണമെന്നൊരു ആവശ്യം എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ വൈകിട്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ലോക്സഭയിലെ MP മാരും അതോടൊപ്പം രാജ്യസഭ MP മാരും എല്ലാം പങ്കെടുക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇതിലൊരു അന്തിമ തീരുമാനമുണ്ടാകും. ഈ യോഗത്തിന് ശേഷവും പിന്നെ ഇന്ത്യ കൂട്ടായ്മയിൽ ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമോ? അതല്ല അതിനുശേഷം തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുകയായിരിക്കുമോ ചെയ്യുക? തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന ഇന്ത്യ സഖ്യ യോഗത്തിലടക്കം പ്രതിപക്ഷ തിരിക്കാമെന്ന് ഇന്ത്യ സഖ്യം തീരുമാനിച്ചത് പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആര് വേണം എന്ന കാര്യത്തിൽ ഒരു പ്രാഥമിക ചർച്ചകൾ അന്ന് തന്നെ ആരംഭിച്ചിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലടക്കം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. പരസ്യമായി തന്നെ ശിവസേനയും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യ പാർട്ടികളടക്കം ഇതിനും തന്നെ ഒരു ആശയവിനിമയം നടത്തി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി എന്ന പേരിലേക്ക് തന്നെ എത്തുമ്പോൾ തങ്ങളുടെ പിന്തുണ, ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് തന്നെയാണ്. ശരി നിതിൻ, 52-ൽ നിന്ന് 99 സീറ്റിലേക്ക് കോൺഗ്രസിന്റെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം മെച്ചപ്പെട്ടതായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരാനിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിച്ചേക്കും എന്നാണ് നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് നൽകുന്ന വിവരം. ഇന്ത്യ സഖ്യത്തിന്റെ ചെയർമാൻ പദവിയിലേക്ക് ശരത് പവാറിനെയോ അഖിലേഷ് യാദവിനെയോ പരിഗണിച്ചേക്കുമെന്നും നിതിന്റെ റിപ്പോർട്ടിൽ പറയുന്നു.